ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു അടിപൊളി ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാനിത് ഒരു തവണ ഒരിക്കലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ആദ്യം വേണ്ട നമ്മളെ നാടൻ പച്ച മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ നല്ല നാടൻ മഞ്ഞളാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ് വേണ്ട കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഒട്ടുമിക്ക വീടുകളിലും എന്തായാലും ഉണ്ടാവും. ഇത് അമ്മിയിലിട്ടൊക്കെയാണ് അരയ്ക്കുന്നത്. മഞ്ഞളും ആര്യവേപ്പും നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ അരച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ അമ്മിയും ഒക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാകത്തിന് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതേ, ഇവൻ എന്താ പറയുക, മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ ഭയങ്കര ഒരു ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് കറ്റാർവാഴ അലോവേര. അപ്പോൾ ഇതിന്ന് നമുക്ക് ഫേസിന് വേണ്ടത് കുറച്ച് മതി. ഹെയറിനൊക്കെ ആണെങ്കിലാണ് കുറേ വേണ്ടതുള്ളൂ. അപ്പോൾ ഫേസിനായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി. അപ്പോൾ അത് നമുക്ക് എടുക്കാം കേട്ടോ. ഇതൊക്കെ കുറേ മഴ പെയ്തിട്ടാണോ എന്താ അറിയില്ല, കുറച്ചൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഈ അലോവേര എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു മഞ്ഞ ഒരു കറ പോലെ ഉണ്ടാവും. ഈ കറ മുഖത്തും അതുപോലെ തന്നെ സ്കിന്നിൽ, ഇനിയിപ്പോൾ ഹെയറിലാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതൊന്നും അത് നമ്മൾ എടുക്കില്ല. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളെക്കുറിച്ച് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇതാണ്, അത് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അത് തന്നാലെ അങ്ങ് പൊക്കോളും. ഒരു 10-15 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് അങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞ് അതൊക്കെ അത് പോയി കഴിഞ്ഞാൽ ആ ഭാഗം ഒന്നുകൂടി ചെറുതാക്കി ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് പഴുപ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, ഇനിയിപ്പോൾ ഇതെന്നല്ല നമ്മൾ എന്ത് ഫേസ് പാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ഫേസിലോ അല്ലെങ്കിൽ ബോഡിയിലോ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്കിന്ന്, അതായത് അത് പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്കിന്ന് വേറെ നമുക്ക് മേക്കപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം, നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾ, പച്ചമഞ്ഞൾ, ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെ അതിലേക്ക് ഞാൻ കറ്റാർവാഴയുടെ ആ ഒരു പൾപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട വേറെ 2 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അതും കൂടി ആയാൽ നമ്മുടെ ഈ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ പറയാം. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേൻ. നല്ല നാടൻ തേനാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു സ്പൂണ് വേണ്ട, ഒരു സ്പൂണിൻ്റെ പകുതിയോളം, ഇതിപ്പോൾ ഒരു 1 ടീസ്പൂണാണ്, അതിൻ്റെ ഒരു പകുതി എന്നുള്ള നിലയ്ക്ക് എടുത്താൽ മതി. കാരണം നമ്മുടെ ഫേസിലല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ കൂടിയൊന്നും നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യും, പക്ഷെ അത്ര മാത്രം മതി. ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴും നല്ല നാടൻ തേൻ കിട്ടുന്നതായിരിക്കും നന്നാവുക. അത് കടയിലൊക്കെ തേൻ കിട്ടും, പക്ഷെ എങ്കിൽ കൂടെ നമുക്കത് അറിയില്ലല്ലോ അത് നാടനാണോ ഇത് എവിടെന്നാ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. ഇതെൻ്റെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. അപ്പം നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട ഇതാണ് തൈര്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതും നമ്മൾ ഏകദേശം, അതും നേരത്തെ നമ്മൾ ഇതിപ്പോൾ എങ്ങനെ എടുക്കുക, ഇത് നമ്മൾ ഒരു ഏകദേശം 1 സ്പൂൺ വേണ്ട, 1 സ്പൂണിൻ്റെ പകുതിയായിട്ട് മതി. അപ്പോൾ അത്ര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടതുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം പച്ചമഞ്ഞൾ അരച്ചു, അതായത് പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഒരുമിച്ചാണ് ഞാൻ അരച്ചത്. സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കി ഒരുമിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ പിന്നെ കറ്റാർവാഴ ആഡ് ചെയ്തു, പഴുപ്പ് മാത്രം എടുത്തിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഹണി ആഡ് ചെയ്തു. പിന്നെ അതേ ലാസ്റ്റ് നമ്മൾ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പാകത്തിൽ തന്നെയാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത്
നമുക്ക് വേണ്ടത്ര എടുത്തിട്ട് അത്ര യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക അതൊന്നും എനിക്കറിയില്ല. ചിലപ്പം പറ്റുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് മുൻപ് ഒരു തവണ എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ട് ഒരു ട്രൈ ചെയ്തൊരു സംഭവമായിരുന്നു. എൻ്റെ മുഖത്ത് അന്നേരം കുറേ മുഖക്കുരുവൊക്കെ ഉള്ള സമയത്ത് ഞാൻ ട്രൈ ചെയ്തൊരു ഫേസ് പാക്ക് ആയിരുന്നു. അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ നമ്മൾ ടാനുള്ള ഏരിയയിലൊക്കെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യട്ടോ. എൻ്റെ കൈയൊക്കെ മഞ്ഞ നിറയെ കൈസ്. അപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റ്, കൂടിപ്പോയാൽ മാക്സിമം ഒരു 20 മിനിറ്റ്സ് അത്ര വെച്ചാൽ മതി. അപ്പോൾ അത്രയും വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് ഫ്രഷായിട്ട് ഒക്കെ വരാം. അപ്പോൾ ഇതാണിപ്പം റിസൾട്ട്. നമുക്ക് ആഫ്റ്റർ 20 മിനിറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ല ടാനൊക്കെ കുറച്ച് അധികം തന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു അടിപൊളി പാക്കാണ്. സോ സൂപ്പർ, എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മർ സീസണിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പിന്നെ ഫേസ് പാക്ക് ഇഷ്ടമായിട്ട് റിസൾട്ട് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത പൊടിക്കൈകളും ടിപ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.